Hello friends, welcome to the world of CMA. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഇല്ലുസ്ട്രേഷൻ 5 നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അത് ക്വസ്റ്റ്യനിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണോ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനാണോ എന്ന് തന്നിട്ടുണ്ടാവില്ല. അത് നമ്മളായിട്ട് കണ്ടുപിടിക്കേണ്ടതാണെന്നും അത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. ഇനി അടുത്ത മെത്തേഡായ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് മെത്തേഡ് അതെങ്ങനെയാണെന്നും അതിൽ നോൺ റെസിപ്രോക്കലും റെസിപ്രോക്കൽ മെത്തേഡും എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്നുള്ളതും നമുക്ക് ഇതിൽ നോക്കാം. നോൺ റെസിപ്രോക്കൽ മെത്തേഡാണെന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു വഴിയിലേ ചെയ്യാൻ പറ്റുള്ളൂ ആ പ്രോബ്ലം. അത് സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണ്. ഇനി റെസിപ്രോക്കൽ സർവീസ് മെത്തേഡാണെങ്കിൽ രണ്ട് തരത്തിൽ ആ പ്രോബ്ലം ചെയ്യാം. സൈമൾട്ടേനിയസ് ഇക്വേഷൻ വഴിയും റെപ്പിറ്റേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വഴിയും നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോൺ റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ് വഴി സ്റ്റെപ്പ് ലാഡർ, അതായത് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ഉപയോഗിച്ച് ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇതിൽ ഏറ്റവും വലിയ ഈ നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് റെസിപ്രോക്കലും നോൺ റെസിപ്രോക്കൽ സർവീസ് മെത്തേഡും. ഇതിലിരുന്ന് മാക്സിമം പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് ഒരിക്കലും നമുക്ക് നോൺ റെസിപ്രോക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുക അല്ലെങ്കിൽ റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുമെന്ന് ഒരിക്കലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. നമ്മളായിട്ട് അത് മനസ്സിലാക്കി അത് ചെയ്യണം. ആ ഒരു മനസ്സിലാക്കണ ഏത് പ്രോബ്ലം ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിലാണ് ആ പ്രോബ്ലത്തിൻ്റെ സക്സസ് ഇരിക്കുന്നത്. ആ എല്ലാ സ്റ്റെപ്പും നമുക്ക് മനസ്സിലാക്കിയാലും എല്ലാ സ്റ്റെപ്പും നമ്മൾ പഠിച്ചിട്ട് പോയാലും ഏത് മെത്തേഡാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. സോ അതിനാൽ ഏത് മെത്തേഡ് വൈസ് ഇങ്ങനെ പഠിക്കാതെ ഏത് മെത്തേഡ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം. ഇത് നോൺ റെസിപ്രോക്കൽ മെത്തേഡിൽ വരുന്ന ഒരു മെത്തേഡാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. ഈ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വൺ വേ സർവീസാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. വൺ വേ സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വൺ വേ സർവീസാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ വേ സർവീസാണ്. അതായത് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ രണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ 1, പ്രൊഡക്ഷൻ 2. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3 എണ്ണം ഉണ്ട്, സർവീസ് നമ്പർ 1, സർവീസ് നമ്പർ 2, സർവീസ് നമ്പർ 3. അങ്ങനെ രണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടെന്ന് കരുതുക. ഇതിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1 എന്നുള്ളത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ജോലി നോക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ 2വിന് ജോലി നോക്കുന്നുണ്ട്. സർവീസ് 1 എന്താണ്? സർവീസ് 1 തന്നെ ചെയ്യുന്നതിന് നമ്മൾ പൈസയൊന്നും കൊടുക്കില്ല അല്ലേ? അത് അതിൻ്റെ സർവീസ് ചെയ്യുന്നതാണ്, ആ സർവീസ് അതിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിൽ കോസ്റ്റ് ഒന്നും എന്ത് ചെയ്യണോ? സർവീസ് 1ന് തന്നെ എന്തെങ്കിലും ജോലി ചെയ്താൽ അതിന് കോസ്റ്റ് നമ്മൾ കണക്കാക്കില്ല. അതുകൊണ്ട് ഇവിടെ കോസ്റ്റായിട്ട് ഒന്നും ചെയ്യില്ല. ഇനി എന്ത് ചെയ്യുന്നു? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2വിനും ജോലിയൊന്നും ചെയ്യുന്നില്ല. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3ക്ക് അത് ജോലി ചെയ്യുന്നുണ്ട്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3ക്ക് ചെയ്യുന്നുണ്ട്, 1നും 2ക്കും ചെയ്യുന്നില്ല. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 എടുത്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 1നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 2വിനും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1നും ചെയ്യുന്നുണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2വിനും ഓഫ് കോഴ്സ് അല്ലേ, അത് അതിന് തന്നെ ചെയ്യുന്നതിന് കോസ്റ്റ് വരുന്നില്ല. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3ക്ക് ചെയ്യുന്നുണ്ട്. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3 എടുത്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷനും 1നും പ്രൊഡക്ഷൻ 2വിനും ചെയ്യുന്നുണ്ട്, പക്ഷേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1നും തന്നെ ചെയ്യുന്നില്ല. എന്നൊരു എക്സാമ്പിളായിട്ട് എടുക്കുവാണ്. ഇതിൽ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണോ അല്ലെങ്കിൽ റെസിപ്രോക്കൽ മെത്തേഡാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുമെന്ന് ഇപ്പോൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1 എടുക്കുക. ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1 എന്നുള്ളത് എന്താണ്? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1 എന്നുള്ളത് ആർക്കാണ് ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് നോക്കുക. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1 എന്നുള്ളത് ആർക്കാണ് ചെയ്യുന്നത്? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3ക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3 എടുക്കുക. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3 എന്നുള്ളത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1ന് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3 എന്നുള്ളത് എന്തിന് ചെയ്യുന്നില്ല? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1ന്
ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നുണ്ട് അല്ലേ. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3ക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1ന് ചെയ്യുന്നില്ല. അതെന്താണ്? വൺ വേ സർവീസാണ്. ഇതെന്താണ്? വൺ വേ സർവീസാണ്. ഓക്കെ, വൺ വേ സർവീസാണ്. ആ വൺ വേ സർവീസ് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയുന്നു? വൺ വേ സർവീസിന് എന്ത് പറയുന്നു? വൺ വേ സർവീസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ലാഡർ മെത്തേഡിലാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കും. ഇനി അടുത്തൊരു എക്സാമ്പിൾ. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 ആണെന്നുണ്ടെങ്കിൽ ഇതിന് ചെയ്യുന്നുണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1ന് ചെയ്യുന്നുണ്ട്. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2ന് ചെയ്യുന്നില്ല അല്ലേ. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1ന് ചെയ്യുന്നുണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2ന് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെയും എന്താണ് ഉണ്ടായത്? വൺ വേ സർവീസാണ് ഉണ്ടായത്. അപ്പോൾ വൺ വേ സർവീസ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണ്. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3ക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 1ന് ചെയ്യുന്നില്ല. അവിടെയും എന്താണ് ഉണ്ടായത്? വൺ വേ സർവീസാണ് ഉള്ളത്. വൺ വേ സർവീസാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതെന്ത് മെത്തേഡാണ്? സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണ് ചെയ്യേണ്ടത്. ഇനി ഇതേ പ്രോബ്ലം, അതായത് ഇതേ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റിലൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. അതേതാണ്? ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഇല്ലുസ്ട്രേഷൻ 2 എന്നുള്ളത് എന്ത് മെത്തേഡാണ്? സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു മാനുഫാക്ചറിങ് കമ്പനി ഹാസ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എത്രയാണ്? 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത് ഫാബ്രിക്കേഷൻ ആൻഡ് അസംബ്ലി എന്ന് പറയുന്നു. അപ്പോൾ 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് 2 ഉണ്ട്, ഫാബ്രിക്കേഷൻ അസംബ്ലി എന്ന് പറഞ്ഞാൽ 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇനി എന്താ കൊടുത്തിരിക്കുന്നത്? ആൻഡ് 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3 ഉണ്ട്. അത് ഏതൊക്കെയാണ്? സ്റ്റോറ്, ടൈം ഓഫീസ്, മെയിൻ്റനൻസ്. സ്റ്റോറ്, ടൈം ഓഫീസ്, മെയിൻ്റനൻസ് എന്നുള്ള 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ് സമ്മറി തന്നിട്ടുണ്ട്. 2016 ഡിപ്പാർട്ട്മെൻറ്റ് ഓവർഹെഡ് സമ്മറി തന്നിട്ടുണ്ട്. ഫാബ്രിക്കേഷൻ, അസംബ്ലി, സ്റ്റോറ്, ടൈം ഓഫീസ്, മെയിൻ്റനൻസ് എല്ലാം കൂടി ചേർത്താൽ 52,000 വരും. അതർ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നുള്ളത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാത്തിലും അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നുള്ളത്. ഇനി ഇതിൽ എന്താണ്? നമ്പർ ഓഫ് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, പക്ഷേ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിൻ്റനൻസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. മെഷീൻ അവേഴ്സ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്യുന്നില്ല. അപ്പോർഷൻ ദ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചേഞ്ച് ചെയ്യുവാണ്. അങ്ങനെ പറഞ്ഞാൽ അതെന്തായിരിക്കും? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ആ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഇനി ഏത് മെത്തേഡാണെന്നുള്ളത് നമുക്ക് കാണണം അല്ലേ. റെസിപ്രോക്കൽ ആണോ നോൺ റെസിപ്രോക്കൽ ആണോ എന്നുള്ളത് നമുക്ക് കാണണം. അതിന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്നാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? സ്റ്റോർ എന്നുള്ളത് എന്ത് കൊടുത്തിട്ടുണ്ട്? സ്റ്റോറിന് ഈക്വലായിട്ട് എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് സ്റ്റോർ റിക്വസിഷൻ സ്ലിപ്പ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറിന് ഈക്വലായിട്ട് നമ്പർ ഓഫ് സ്റ്റോറാണുള്ളത്. സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കൊക്കെ ചെയ്യുന്നുണ്ട്? ഫാബ്രിക്കേഷന് ചെയ്യുന്നുണ്ട്, അസംബ്ലിക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ് എന്തിന് ചെയ്യുന്നുണ്ട്? മെയിൻ്റനൻസിന് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ടൈം ഓഫീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ ചെയ്യുന്നുണ്ട്? ടൈം ഓഫീസ് എന്ന് പറയുന്നത് ഇവിടെ ഏതിൽ വരും? ടൈം എന്നുള്ളത് എന്തിനെ കാണിക്കുന്നു? എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ടൈം ഓഫീസ് ഏതിനാണ്? നമ്പർ ഓഫ് എംപ്ലോയീസിലാണ് വരുന്നത്. ടൈം ഓഫീസ് എന്താണ്? ടൈം ഓഫീസ് ആർക്കൊക്കെ ചെയ്യുന്നുണ്ട്? ഫാബ്രിക്കേഷന് ചെയ്യുന്നുണ്ട്, അസംബ്ലിക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റോറിന് ചെയ്യുന്നുണ്ട്, ടൈം ഓഫീസിന് ചെയ്യുന്നുണ്ട്, മെയിൻ്റനൻസിന് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത്ര എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ടൈം ഓഫീസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഏതാണ്? മെയിൻ്റനൻസ് ഏതിനൊക്കെ ചെയ്യുന്നുണ്ട്? മെയിൻ്റനൻസ് എന്നുള്ളത് മെഷീൻ അവേഴ്സിലാണ് മെയിൻ്റനൻസ് വരുന്നത്. മെഷീൻ അവേഴ്സിൽ. അപ്പോൾ മെയിൻ്റനൻസ് ഏതിലാണ്? ഫാബ്രിക്കേഷന് ചെയ്യുന്നുണ്ട്, അസംബ്ലിക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ചെയ്യുന്നില്ല. ഇനി ഇതിലിരുന്ന് വേണം നമുക്ക് ഏത് മെത്തേഡാണെന്നുള്ളത് കണ്ടുപിടിക്കാം. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് ഏതിന് ചെയ്യുന്നുണ്ട്? മെയിൻ്റനൻസിന് ചെയ്യുന്നുണ്ട്. മെയിൻ്റനൻസ് എന്നുള്ളത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്യുന്നില്ല. ഓക്കെ, ടൈം ഓഫീസ് എന്നുള്ളത് മെയിൻ്റനൻസിനും ചെയ്യുന്നുണ്ട്, സർവീസിനും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മെയിൻ്റനൻസ് എന്നുള്ളത് ടൈമിന് ചെയ്യുന്നില്ല, സർവീസ് എന്നുള്ളതും ടൈമിന് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇവിടെ എന്താണുള്ളത്? വൺ വേ മെത്തേഡാണ്, വൺ വേ സർവീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൺ വേ സർവീസ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് കണക്ക് ചെയ്യേണ്ടത്?
അത് നോക്കാം. അതിൽ ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് നമുക്കിവിടെ കൊടുത്തിരിക്കണം അതേ ഇതിൽ ചെയ്യാം. എന്താണ്, പർട്ടിക്കുലേഴ്സ്. ഇനി എന്ത് കാണണം, ടോട്ടൽ കാണണം. പർട്ടിക്കുലേഴ്സ്, ടോട്ടൽ, ബേസിസ്. പിന്നെ എന്താ ഉള്ളത്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്, ഫാബ്രിക്കേഷൻ, അസംബ്ലി, സ്റ്റോറ്, ടൈം ഓഫീസ്, മെയിൻ്റനൻസ്. ഇതിലെന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ തന്നെ വരക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് എന്താണ്, ഇതിൽ ഓവർ ഹെഡ് സമ്മറി തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ. ഇവിടെ 52,000 ടോട്ടലിൽ ഓവർ ഹെഡ് സമ്മറി തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഓവർ ഹെഡ് സമ്മറി എത്ര ടോട്ടൽ 52,000. ബേസിസ് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഗിവൺ കൊടുത്തിട്ടുണ്ട്. അത് എത്രയൊക്കെ തന്നിരിക്കണേ, 24,000, 16,000, 5,000, സ്റ്റോറിന് 5,000, ടൈം ഓഫീസിന് 4,000, മെയിൻ്റനൻസിന് 3,000 അങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇതിൽ 3 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് നമുക്ക് ഫസ്റ്റ് എടുത്ത് ചെയ്യാം എന്നുള്ളതാണ്. ഈ സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ആ സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണെന്നെങ്കിൽ ഫസ്റ്റ് ഏത് മെത്തേഡ് എടുക്കാം, ഫസ്റ്റ് എടുക്കേണ്ട മെത്തേഡ് എങ്ങനെ എടുക്കാം, ഡിസെൻഡിങ് ഓർഡറിലേ എടുക്കാൻ പാടുള്ളൂ. ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ ഫസ്റ്റ് എടുക്കുക, അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ്, അതിലും കുറവാണെന്നുണ്ടെങ്കിൽ തേർഡ് എടുക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, നമ്പർ ഓഫ് എംപ്ലോയീസ്, ടൈം ഓഫീസാണ് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നത് അല്ലേ. തിരിച്ച് സെക്കൻഡ് ഏത് മെത്തേഡാണ് സർവീസ് ഏറ്റവും കൂടുതൽ നടത്തുന്നത്, നമ്പർ ഓഫ് സ്റ്റോഴ്സ്, സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റാണ് സെക്കൻഡ് നടത്തുന്നത്. തേർഡ് ഏതാണ്, മെഷീൻ അവേഴ്സ്, മെയിൻ്റനൻസ് ആണ് തേർഡ് നടത്തുന്നത്. അതേപോലെ ഡിസെൻഡിങ് ഓർഡറിൽ എടുക്കുക, ഒരിക്കലും അസെൻഡിങ് ഓർഡറിൽ എടുക്കരുത്. ഓക്കെ, ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ ഫസ്റ്റ് എടുക്കുക. ഇതിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്, അപ്പോൾ എന്താണ്, ടൈം ഓഫീസാണ് ചെയ്യുന്നത്. ടൈം ഓഫീസിൻ്റെ ഇതിൽ എങ്ങനെ വരും, ടൈം ഓഫീസിൻ്റെ എന്താണ് ടോട്ടൽ എത്രയാണ്, 4,000 ആണ്. ടൈം ഓഫീസിൻ്റെ ടോട്ടൽ 4,000 ആണ്. ഈ 4,000-നെയാണ് നമ്മളിനി എല്ലാത്തിലേക്കും ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ടൈം ഓഫീസ് 4,000 എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഈക്വലായിട്ട് ഈ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടൈം ഓഫീസ് എന്നുള്ളത് ടൈം ഓഫീസിന് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കോസ്റ്റ് എടുക്കുന്നില്ല. അതിന് ചെയ്യുവാണെന്ന് ഉണ്ടെങ്കിൽ എന്ത് വരില്ല, കോസ്റ്റ് വരില്ല എന്നുള്ളതാണ് കാൽക്കുലേഷൻ. സോ അത് ചെയ്യുമ്പോൾ എന്താണ്, കോസ്റ്റ് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ടൈം ഓഫീസ് ബാലൻസ് എല്ലാം ചേരുമ്പോൾ എത്രയിടും, 40, 30, 70, 20 ചെയ്യുമ്പോൾ 90 + 10 100. ടോട്ടൽ എത്രയാണ്, 100. അപ്പോൾ 4,000 × 40 / 100 ചെയ്യുന്നതാണ് ഏതിന്, ഫാബ്രിക്കേഷന് വരുന്നത്. ഓക്കെ, 4,000 എന്നുള്ളത് ഏതാണ്, ടൈം ഓഫീസാണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ്, 4,000 ആണ്. ഇതെന്താണ്, ഇത് നമ്പർ ഓഫ് എംപ്ലോയീസ്. ഇനി ഇതിലെത്ര വരും, 4,000-നെ നമുക്ക് എന്ത് ചെയ്യാം, 4,000 × 40 / 100 എത്ര വരും, 1,600. അങ്ങനെ ഓരോന്നും ചെയ്യുക. എത്ര വരും, 1,200. ഓക്കെ, 1,600, 1,200. ഇനി എത്ര വരും, ഇതിൽ 4,000 × 20 / 100 എത്ര, 800, 400 എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതൽ വർക്ക് നടത്തുന്നത്, സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് വരും, സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ 5,800 വരും. ഓക്കെ, 5,800-ന് അതായത് അത് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും റെൻഡർ ചെയ്യുന്നതും രണ്ടും വരും സ്റ്റെപ്പ് ലാഡർ മെത്തേഡിൽ. 5,800 ടോട്ടൽ എത്രയാണ്, 5,800. അത് ഏതിൻ്റെയാണ്, നമ്പർ ഓഫ് സ്റ്റോഴ്സിൻ്റെ ബേസിസിലാണ്
കൊടുക്കുന്നത്. നമ്പർ ഓഫ് സ്റ്റോഴ്സ് എത്രയാണ്? 24, 26. ടോട്ടൽ എത്രയാണ്? 50 ബേസിസിലാണ് കൊടുക്കണം. അതായത് 5800 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 50 എത്ര വരും? 2784. അതേപോലെ 5800 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 50 2320. ഇനി എത്ര വരും? ഇനി ഇത് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ടൈം ഡിപ്പാർട്ട്മെൻറ്റിന് ഒന്നും ചെയ്യുന്നില്ല, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. 5800 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 50 696. ഓക്കെ. ഇനി ലാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ എത്രയാണ്? 4096. 4096ന് ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? മെഷീൻ അവർ റേറ്റിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 4096 അതേതാണ്? മെഷീൻ അവർ. ഓക്കെ. മെഷീൻ അവറിൽ 24ഉം 16ഉം മാത്രം വരുന്നുണ്ട്. എത്രയാണ്? 40 വരുന്നുണ്ട്. അതായത് 4096 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 40 എത്രയാണ്? 2458 കൊടുക്കാം. ഓക്കെ. 1638. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് ക്ലോസ് ആയിട്ട്. ഓക്കെ. ഇനി ഇത് ഇങ്ങനെയാണ് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം ടോട്ടൽ കാണുമ്പോൾ എത്ര കിട്ടും? 30,842ഉം 21,158ഉം. ഇവിടെ എന്തായി? നില്ലായി. 5800 എന്നാൽ പോസിറ്റീവിലുണ്ടായി. 5800 നമ്മളെടുത്ത് ഡിവൈഡ് ചെയ്തു അല്ലേ? അപ്പോൾ ഇവിടെ എന്തായി? സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം നില്ലായി. ഇതാണ് ടോട്ടൽ വരുന്നത്. ഓക്കെ. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് പ്രോബ്ലം ചെയ്യേണ്ടത്. അതായത് സ്റ്റെപ്പ് ലാഡർ മെത്തേഡാണോ എന്നറിയാനായിട്ട് എന്താണ്? 1 വേ സർവീസ് ആണോ എന്നുള്ളത് നോക്കുക. 1 വേ സർവീസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ.